നമ്മൾ വിചാരിച്ച പലതും നടക്കുന്നേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ സോപ്പ് നിർമ്മിക്കുകയാണ്. എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുക അതിനെക്കുറിച്ചൊന്ന് പഠിച്ചാലോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോഡ് മിൽക്ക് സോപ്പാണ്. ഗോഡ് മിൽക്ക് കൊണ്ടുള്ള സോപ്പ്. അതിൻ്റെ ബേസ് വാങ്ങിച്ചിട്ടുണ്ട്, അതിലെല്ലാം ഇൻക്ലൂഡാണ്. എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുക? എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് പോസിബിൾ ആണോ? വളരെ വളരെ സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാ സംശയങ്ങളും മാറ്റിത്തരാം. ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 പാത്രങ്ങൾ വേണം. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് മറ്റൊരു പാത്രം വെച്ച് അതിൽ സോപ്പ് ബേസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റായി വന്നാൽ അതിലേക്ക് 2 ടാബ്ലറ്റ് വിറ്റാമിൻ ഇയുടെ പൊട്ടിച്ചിടുക, പ്ലസ് 1 ടീസ്പൂണ് ഗ്ലിസറിൻ. അത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ സ്മെല്ലിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്മെല്ല് ഉപയോഗിക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് നമ്മുടെ ജാസ്മിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അതുപോലെ സോപ്പ് മോൾഡ്, സോപ്പ് ബേസ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ളത്, ക്യാഷ് കൂടിയത് വാങ്ങിക്കുക കേട്ടോ. പിന്നെ തിളച്ച് നിൽക്കുന്ന സോപ്പ് ബേസ് മോൾഡിലേക്ക് ഒഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൈയൊന്നും പൊള്ളാതെ നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ടൊരു സോപ്പ് ഉണ്ടാക്കി നോക്കൂ. മനസ്സിന് വല്ലാത്തൊരു സുഖമായിരിക്കും ആ സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അതിൻ്റെ മെയ്ഡ് ബൈ നിങ്ങൾ തന്നെ ആയിരിക്കും. മെല്ലെ മെല്ലെ മോൾഡിലേക്ക് ഒഴിക്കുക കേട്ടോ, ധൃതി വേണ്ട. അതുപോലെ മോൾഡിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 4 മണിക്കൂർ, മിനിമം 2 മണിക്കൂർ സെറ്റാവും. നിങ്ങൾ കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. സോപ്പ് ബേസ് ഒഴിക്കുന്നതിന് മുമ്പ് മോൾഡിലെല്ലാം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാട്ടോ. നമ്മുടെ സോപ്പ് പെട്ടെന്ന് കിട്ടും. എങ്ങനെയുണ്ട്? കാണാൻ നല്ല മൊഞ്ചല്ലേ? അപ്പം നമ്മുടെ സോപ്പിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. 4 മണിക്കൂറിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഗോഡ് മിൽക്ക് സോപ്പ് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്ന നീം സോപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരും.